ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന കാസർഗോഡ് മണ്ഡലത്തിൽ പരസ്യ പ്രചാരണം അവസാന ലാപ്പിലേക്ക്. ബിജെപിയുടെയും മുസ്ലിം ലീഗിന്റെയും ജില്ലാ അധ്യക്ഷന്മാർ നേർക്കുനേർ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ ഇക്കുറി ജില്ലാ പഞ്ചായത്ത് മുൻ ഉപാധ്യക്ഷനെ സ്വതന്ത്രനായി കളത്തിലിറക്കിയാണ് ഇടതുമുന്നണിയുടെ പോരാട്ടം. ശക്തമായ ത്രികോണ പോര് നടക്കുന്ന കാസർഗോഡ് മണ്ഡലത്തിൽ ഇരു പാർട്ടികളുടെയും ജില്ലാ അധ്യക്ഷന്മാർ തമ്മിലാണ് നേർക്കുനേർ പോരാട്ടം. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിനാജി മണ്ഡലത്തിൽ പുതുമുഖമാണ്. UDF ജില്ലാ ചെയർമാൻ കൂടിയായ കല്ലട്ര മാഹിനാജിക്ക് പാർലമെന്റ് രംഗത്തേക്കുള്ള പ്രവേശന കവാടം കൂടിയാണ് ഇത്തവണത്തെ സ്ഥാനാർത്ഥിത്വം. വികസന തുടർച്ചയ്ക്ക് ഒരു വോട്ട് എന്നതാണ് മാഹിനാജിയുടെ മുദ്രാവാക്യം. അപ്പോൾ ഇപ്രാവശ്യം പ്രവർത്തകരുടെയും മണ്ഡലത്തിലെ നേതാക്കളുടെയും അഭിപ്രായ പ്രകാരം 20,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലയിലെ ഒരേയൊരു വനിതാ സ്ഥാനാർത്ഥിയാണ് BJP ജില്ലാ അധ്യക്ഷ കൂടിയായ ML അശ്വിനി. കടമ്പാറിലെ സ്കൂൾ അധ്യാപികയായിരുന്ന അശ്വിനിക്ക് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമെന്ന നിലയിൽ പ്രവർത്തന പരിചയമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് അശ്വിനിയുടെ പ്രചാരണം. ഓൾറെഡി ജയിച്ചു. ബിക്കോസ് ഇപ്പം ഞാൻ ഭൂരിപക്ഷം എത്ര കൂട്ടണമെന്നാണ് ഞാൻ കാൽക്കുലേഷൻ ആക്കുന്നുള്ളത്. അശ്വിനി വീടിൽ പേരുണ്ടാക്കിയിട്ടുണ്ട്. അതല്ലാണ്ട് നമ്മുടെ നരേന്ദ്രമോദിജിയുടെ വികസനം, ആ എല്ലാ വികസനത്തിന്റെ വിഷൻസ് എല്ലാ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ BJPക്ക് മാത്രമാണ് ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ സാധിക്കും എന്ന വിഷയം ജനങ്ങളിടയിൽ ഉള്ളതാണ്. ഇടതു സ്വതന്ത്രനായി മുൻ ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഷാനവാസ് പാദൂർ സ്ഥാനാർത്ഥിയായി എത്തിയതോടെയാണ് മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങിയത്. കാലങ്ങളായി INL മത്സരിക്കുന്ന മണ്ഡലത്തിൽ 3-ാം സ്ഥാനത്താണ് LDF. കോൺഗ്രസ് വിട്ട് ഇടത് ക്യാമ്പിലെത്തിയ ഷാനവാസിലൂടെ നില മെച്ചപ്പെടുത്താനാകുമെന്നാണ് പ്രതീക്ഷ. CPMന്റെ വോട്ട് ഇല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് കൃത്യമായി ഷാനവാസ് പാദൂറിന് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന നിഷ്പക്ഷരായിട്ടുള്ള വോട്ടർമാരുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു വാക്കുണ്ടല്ലോ ജെൻസി, അവർക്ക് അങ്ങനെ പ്രത്യേകിച്ചിട്ട് അങ്ങനെ വലിയ പൊളിറ്റിക്സ് ഒന്നുമില്ല. മഞ്ചേശ്വരത്തിനൊപ്പം BJP ഏറെ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലമാണ് കാസർഗോഡ്. അതേസമയം 1977 മുതൽ ലീഗ് മാത്രം പ്രതിനിധീകരിച്ച മണ്ഡലത്തിൽ ഇത്തവണ കല്ലട്ര മാഹിനെത്തുമ്പോഴും UDFന് ആശങ്കകളില്ല. BJP സ്ഥാനാർത്ഥി ML അശ്വിനി വിജയിച്ചാൽ കാസർഗോഡ് നിന്നുള്ള ആദ്യ വനിതാ MLA എന്ന ചരിത്രം കുറിക്കും. LDF സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂർ വിജയിച്ചാൽ ലീഗിന്റെ പൊന്നാപുരം കോട്ട ചുവന്ന കോട്ടയായി മാറുന്ന ചരിത്രമാകും. പ്രചാരണം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ 3 മുന്നണികളും ഒപ്പത്തിനൊപ്പം. മുസ്ലിം ലീഗിന്റെ എക്കാലത്തെയും പൊന്നാപുരം കോട്ട കാക്കാൻ ഇത്തവണ ആകുമോ, അതോ NDA ഇത്തവണ അക്കൗണ്ട് തുറക്കുമോ? LDF ആകട്ടെ മികച്ച മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കാസർഗോഡ് മണ്ഡലത്തിലെ ഫലം പ്രവചനാതീതം. KV ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.